നിക്ഷേപ തട്ടിപ്പിൽ ദ ഫോർത്ത് ചാനൽ ഉടമകൾ ഒടുവിൽ അഴിക്കുള്ളിലായി. യഥാർത്ഥ തട്ടിപ്പുകാരാട്ടെ മുങ്ങുകയും ചെയ്തു. ദ ഫോർത്ത് ചാനൽ മുതലാളിമാർ 300 കോടി രൂപ നിക്ഷേപ തട്ടിപ്പ് കേസിലാണ് അറസ്റ്റിലായിരിക്കുന്നത്. ചാനൽ മുതലാളിമാരെ കബളിപ്പിച്ച് വൻ നിക്ഷേപം നടത്തിച്ച് കുഴിയിലാക്കിയ ശേഷം മുങ്ങിയ പ്രമുഖ മാധ്യമ പ്രവർത്തകർ ഒടുവിൽ തലയൂരുകയായിരുന്നു. ദ ഫോർത്ത് ചാനലിൽ നിക്ഷേപമിറക്കിയ ഫാം ഫണ്ട് കമ്പനി ചെയർമാൻ രാജേഷ് പിള്ള, MD അഖിൽ ഫ്രാൻസിസ് എന്നിവരാണ് കുടുങ്ങിയത്. ചാനൽ മുതലാളിമാരാക്കാമെന്ന വാഗ്ദാനത്തിൽ ദ ഫോർത്ത് ചാനലിൽ 300 കോടി നിക്ഷേപിക്കാൻ ഇവരെ നിർബന്ധിച്ച മാധ്യമപ്രവർത്തകരായ ശ്രീജൻ ബാലകൃഷ്ണനും ജിമ്മി ജെയിംസും PR സുനിലും വിക്സൻ, സനൂപ് ശശിധരൻ തുടങ്ങിയവർ കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് ചാടി രക്ഷപ്പെട്ടു. സഹകരണ സൊസൈറ്റി നടത്തിയിരുന്നവരാണ് ചാനൽ മുതലാളിമാരാക്കാമെന്ന മോഹന വാഗ്ദാനത്തിൽ വീണത്. സഹകരണ സൊസൈറ്റിക്ക് ചാനൽ ലൈസൻസിന് അർഹതയില്ലെന്ന വാർത്താ വിതരണ പ്രക്ഷേപ മന്ത്രാലയത്തിന്റെ ഇൻഡാസ് കൂടി വന്നപ്പോൾ മുതലാളിമാർക്ക് ബോധോദയമുണ്ടായത്. അപ്പോഴേക്കും വൈകിപ്പോയിരുന്നു. 100 കോടിയോളം രൂപ മുടക്കി ക്യാമറകളും ഉപകരണങ്ങളും വാങ്ങിക്കൂട്ടിയിരുന്നു. പ്രധാന ചാനലുകളിൽ ജോലി ചെയ്തിരുന്നവരെ ഇരട്ടി ശമ്പളത്തിൽ ചാക്കിട്ട് പിടിച്ച് ശമ്പളം കൊടുത്ത വകയിൽ കോടികൾ ആവിയാവുകയും ചെയ്തു. ചാനൽ ഓഫീസുകൾ ലക്ഷങ്ങൾ വാടക കൊടുത്തെടുത്ത വകയിലും കോടികൾ വെള്ളത്തിലായി. മുതലാളിമാരെ കുഴിയിൽ ചാടിച്ച മാധ്യമ പ്രവർത്തകർക്ക് മാത്രം ലാഭം. ശമ്പളമായും കമ്മീഷനുകളായും കോടികൾ പോക്കറ്റിലായി. സഹകരണ സൊസൈറ്റിയിൽ നിക്ഷേപകരുടെ പണമാണ് ചാനൽ മുതലാളിമാരാകാനുള്ള ഈ അതിമോഹത്തിൽ ദൂർത്തടിച്ചത്. ചാനൽ ലൈസൻസ് കിട്ടാൻ വേറൊരു കമ്പനി ഉണ്ടാക്കിയിട്ടും മാനദണ്ഡം മറികടക്കാൻ ആയില്ല. കമ്പനിയുടെ വരുമാന സ്രോതസ് സഹകരണ സൊസൈറ്റിയാണെന്ന് രേഖകളിൽ വ്യക്തം. 300 കോടിയോളം രൂപ ചെലവിട്ട് സൊസൈറ്റി നിക്ഷേപം കാലിയാക്കിയപ്പോഴായിരുന്നു മുതലാളിമാർ ഇതിനകത്തുണ്ടായിരുന്നവരുടെ തനിനിറം തിരിച്ചറിഞ്ഞത്. ചെലവ് കുറയ്ക്കാൻ ശമ്പളം വെട്ടിക്കുറച്ചതോടെ മാധ്യമ പ്രവർത്തകർ ഓരോരുത്തരായി പടിയിറങ്ങി. എഡിറ്റർ ശ്രീജൻ ബാലകൃഷ്ണൻ ഏഷ്യനെറ്റിൽ കോഓർഡിനേറ്റിംഗ് എഡിറ്ററായി തസ്തിക സൃഷ്ടിച്ചു മുങ്ങി. PR സുനിൽ റിപ്പോർട്ടർ ചാനലിൽ കയറിപ്പറ്റി. മാധ്യമ പ്രവർത്തകർ പോയതോടെ ചാനൽ കെട്ടിടവും ഉപകരണങ്ങളും ബാക്കിയായി. വാടക കൊടുക്കാനില്ലാതെ ജില്ലാ ബ്യൂറോ ഓഫീസുകൾ ഓരോന്നായി പൂട്ടി. ചാനൽ മുതലാളിമാരാകാനുള്ള മോഹത്തിൽ പ്രാഞ്ചിയേട്ടന്മാരായി അവതരിക്കുന്ന കാശുകാർക്കെല്ലാം ഒരു പാഠമാണ് ദ ഫോർത്തിലെ അനുഭവം. സൊസൈറ്റിയിലെ നിക്ഷേപകർ പണം ചോദിച്ച് കേസ് കൊടുത്ത് അങ്ങനെ മുതലാളിമാർ ജയിലിലായപ്പോൾ കൂടെ ഉണ്ടായിരുന്ന മാധ്യമ പ്രവർത്തകർ തന്നെയാണ് ആ വാർത്ത നൽകി ആഘോഷിക്കുകയും ചെയ്തത്.